ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റെയിൻ ലില്ലി, റോസ് ലില്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അലങ്കാര ചെടിയെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ചെടിയുടെ ഉയരം. നെല്ലോലകളോട് സാമ്യമുള്ളതും നീണ്ട മിനുസമാർന്നതുമായ പച്ച ഇലകളാണ് ഈ ചെടിക്ക് വരുന്നത്. ഉള്ളിയോട് സാമ്യം വരുന്ന കിഴങ്ങുകളാണ് ഈ ചെടിക്ക് വരുന്നത്. ഇത് വേനൽക്കാലത്ത് മണ്ണിനടിയിൽ കിടക്കുകയും മഴ പെയ്തു തുടങ്ങുമ്പോൾ ഇതേപോലെ ചെടിയിലെ ഇലകൾ വന്നിട്ട് പൂക്കൾ തരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് കളയണം. ഇടയ്ക്ക് കടയൊക്കെ വൃത്തിയാക്കിയിട്ട് മാസത്തിൽ 2 തവണയെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വളം കൊടുക്കുകയും വേണം. പൂവുണ്ടായി നിൽക്കുന്നതിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വെറൈറ്റിയാണുള്ളത്. ഒരു മഞ്ഞയുടെ പൂവുള്ള ചെടിയുണ്ട്, അതിനകത്ത് പൂ വന്ന് പോയിട്ടോ. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്, കുറച്ചുകൂടി വീതിയുള്ള ഇതളുകളാണ് അതിനകത്ത് വരുന്നത്. മഴക്കാലത്താണ് കേട്ടോ അതിനകത്ത് ഇതുപോലെ ഇലകളൊക്കെ വന്നിട്ട് ചെടിയിൽ പൂ തരുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ചെടികൾ, ഇങ്ങനെ പുതിയ പുതിയ ചെടികൾ ഇതിനകത്ത് ഇല പൊട്ടി വരും. കഴിഞ്ഞ വർഷം പൂ വന്നതിന് ശേഷം വേനൽക്കാലം ആയപ്പോൾ ഞാനിതിനെല്ലാം ചെടികളെല്ലാം കടയ്ക്ക് ഇളക്കി പറിച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ പൂവുള്ള സമയത്ത് നമ്മളിതിനകത്ത് നിന്നൊന്നും ചെയ്യരുത്. പൂവൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം വരുമ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഇതിൽ എല്ലാ കടകളൊന്നും മാറ്റി മാറ്റി വെച്ചാൽ നമുക്ക് അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ചെടികളുടെ എണ്ണം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വർഷം ആയപ്പോഴേക്കും ഞാൻ പറിച്ച് വെച്ചതിൽ നിന്നും പുതിയ പുതിയ തണ്ടുകളൊക്കെ വന്നത്, പുതിയ ഇലകളൊക്കെ വന്നിട്ട് പുതിയ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലോലയ്ക്ക് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ വരുന്നത്. പിന്നെ ഈ ഉള്ളിപ്പൂവൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കണ്ടിട്ടില്ല അതിനകത്ത്, അപ്പോൾ അതേപോലെയാണ് വരുന്നത്. ഈ ഇലകൾക്കിടയിൽ നിന്ന് തണ്ട് നീണ്ടിട്ട് അതിൽ ഒരു പൂ വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടായി വരുന്നത്. മറ്റ് ലില്ലിച്ചെടികളെയൊക്കെ അപേക്ഷിച്ചിട്ട് റോസ് ലില്ലിക്ക് വളരെ ചെറിയ പൂക്കളാണ് കേട്ടോ വരുന്നത്. പരമാവധി 5 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്ന പൂക്കളാണ്. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വാടിപ്പോവുകയും പുതിയ കാണ്ഡങ്ങളിൽ നിന്നിട്ട് ധാരാളം ഇലകൾ വന്നിട്ട് അതിനകത്ത് നിന്ന് പുതിയ പൂക്കൾ ഉണ്ടായി വരുന്നു. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഞ്ഞയുടെ ചെടിയാണ്. മഞ്ഞപ്പൂ ഇപ്പോൾ കൊഴിഞ്ഞു പോയി. ഇനി ഫ്ലവർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ മഴക്കാലമൊക്കെ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഈ ചെടിയുടെ ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോവുകയും പിന്നെ അടുത്ത വർഷത്തേക്കായിട്ട് മണ്ണിനടിയിൽ പുതിയ പുതിയ കിഴങ്ങുകൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് നമ്മൾ മുറ്റത്തൊക്കെ ഈ പല കളറുകൾ ചെടികൾ വാങ്ങിച്ചിട്ട് ഒന്നിച്ച് വെക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ വരുമ്പോൾ അതായിരിക്കും കേട്ടോ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗി വരുന്നത്. മുള്ളുകളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത്. പിന്നെ കെയറിങ്ങും അത്ര കാര്യമായിട്ടൊന്നും വേണ്ട. 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഒരു ഭാഗം ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ ചെടികൾ കെയർ ചെയ്യാൻ സമയമില്ലാത്ത ഒരുപാട് ജോലിക്കാരും പിന്നെ കെയറിങ് ഒക്കെ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. എന്നാൽ വീട്ടിൽ നല്ല പൂക്കൾ വേണം, ചെടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ ഇത് റെയിൻ ലില്ലി. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു ചെടിയായിട്ട് വാങ്ങിച്ചതാണേ, പക്ഷെ അതിൽ നിന്നും എനിക്കിപ്പോൾ ഇത്രയും, ഞാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് പറിച്ച് വെച്ചതോട് കൂടിയിട്ട് എനിക്കിപ്പോൾ ഇത്രയും ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ കിഴങ്ങുകളും പറിച്ച് ഞാൻ വീണ്ടും വയ്ക്കും. അപ്പോൾ ഇതൊന്നും ഒരുപാട് കിട്ടും. പിന്നെ ഇതിൽ ബഞ്ചസ് ആയിട്ട് പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വലിയൊരു സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിന്ന് ഇതേ വലുപ്പത്തിലുള്ള ഒറ്റ പൂ മാത്രമേ ഉണ്ടായി വരുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ മണമൊന്നുമുള്ളൊരു പൂവല്ല. പിന്നെ നമുക്ക് കാഴ്ചയ്ക്കൊരു വെറൈറ്റിയാണ്, നല്ല പൂവാണെന്ന് മാത്രം. ഈ ഒരു പൂവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ പൂവ് നശിച്ചു പോവും. പിന്നെ നമുക്ക് അടുത്ത പൂക്കൾ പിന്നെയും വരും കേട്ടോ. ഇതിനകത്ത് ഒരു പൂവ് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുടരെ നമ്മളെ മഴക്കാലം കഴിയുന്നത് വരെ പിന്നെ ഈ ഒരു തണ്ട് മാത്രമല്ലാതെ ഇതിനകത്ത് വേറെ തണ്ടുകൾ വന്നിട്ട് അതിലും പൂക്കൾ വരും. ഇപ്പോൾ ദേ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ ദേ 1, 2, 3, 4, 5 കടകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 കടയും 5 പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ഈ 5 എണ്ണത്തിൽ നിന്നും വേറെയും കിഴങ്ങുകൾ അതിൻ്റെ മണ്ണിനടിയിൽ നിന്നും രൂപപ്പെട്ടിട്ട് ഇതുപോലെ ബുഷിയായിട്ടുള്ള ചെടികൾ വരും. ഇപ്പോൾ ഇതിനകത്ത് ഇതേ മൊട്ടാണ് കേട്ടോ, പുതിയൊരു മൊട്ടാണ് ഈ കാണുന്നത്. വേനൽക്കാലത്ത് ഇതിനകത്ത് പൂവുണ്ടാവില്ല എന്നേ ഉള്ളൂ, ചെടി ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ ഇലകളൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് നനച്ച് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.